നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. പെൻഷൻ പണം ഇപ്പോൾ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. 4000 രൂപയാണ് ഇപ്പോൾ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. മാർച്ച് മാസത്തിലെ 2000 രൂപയും ഏപ്രിൽ മാസത്തിലെ 2000 രൂപയും കൂടി 4000 രൂപയാണ് ഇപ്പോൾ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ പണം ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പെൻഷൻ ലഭിച്ച ആളുകൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ലഭിച്ച പെൻഷൻ തുകയുടെ കണക്കാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നമുക്ക് ലഭിച്ചത് 4000 രൂപയാണ്. മാർച്ച് മാസത്തിലെ 2000 രൂപയും ഏപ്രിൽ മാസത്തിലെ പെൻഷൻ അഡ്വാൻസായി 2000 രൂപയും കൂടി 4000 രൂപയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് പെൻഷൻ ലഭിച്ചിട്ടുള്ളത്? 2000 രൂപ പെൻഷൻ ലഭിച്ച ആളുകൾ ആ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. 4000 ലഭിച്ച ആളുകൾ ആ കാര്യവും കമൻറ്റ് ചെയ്യുക. ലഭിക്കാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു ഏപ്രിൽ മാസത്തിലെ പെൻഷൻ നമുക്ക് മുൻകൂറായി ലഭിക്കുമെന്നുള്ളത്. നിയമസഭാ ഇലക്ഷൻ പടിവാതിൽ എത്തി നിൽക്കെ സർക്കാർ ആദ്യം തന്നെ എടുത്ത തീരുമാനമാണ് മാക്സിമം ആളുകളിലേക്ക് നേരിട്ട് പണം എത്തിക്കുക എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഒരു മാർച്ച് മാസത്തിൽ നമുക്ക് ആദ്യം സ്ത്രീ സുരക്ഷാ പെൻഷൻ 2000 രൂപ ലഭിച്ചു. അതുപോലെ തന്നെ മീറ്റ് സ്കോളർഷിപ്പ് പെൻഷൻ 1000 രൂപയും ലഭിച്ചു. ഇപ്പോൾ ഇത് വാർദ്ധക്യ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കെല്ലാം 4000 രൂപയുമാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് 2000 രൂപ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അവർ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഒരു മണിക്കൂറിൽ തന്നെ 4000 രൂപയും അവരുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് ഒരുമിച്ച് തന്നെ 4000 രൂപ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് പെൻഷൻ എത്തിയതെന്നും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ മാസങ്ങളെല്ലാം പെൻഷൻ ലഭിച്ച ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ ലഭിച്ചിട്ടില്ല എന്നും കമൻറ്റ് നമ്മുടെ വാട്സപ്പിലും മറ്റും പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതാണ്. പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ടാവുക. കുറച്ച് ആളുകൾക്ക് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, മറ്റു ചില ആളുകൾക്ക് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ വീണ്ടും വിവാഹിതയായിട്ടില്ല സത്യം നൽകാത്തത് കൊണ്ട്, മറ്റു ചില ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഫ്രീസായ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണോ പെൻഷൻ മുടങ്ങിയത് നമ്മൾ കറക്റ്റായി തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഈ പെൻഷൻ സംബന്ധമായിട്ടുള്ള ഈ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സത്യാമൂലമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ സേവന പെൻഷൻ പോർട്ടൽ വഴി ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പോർട്ടലിൽ നമ്മുടെ പെൻഷൻ ഐഡിയോ അതല്ലെങ്കിൽ ആധാർ നമ്പറോ അതുമല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ നൽകിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ അറിയാൻ സാധിക്കും. ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഇത് കമൻറ്റ് ചെയ്യുക. നമ്മൾ നൽകുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വന്തമായി തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.